ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ് താരീഖുൽ ഇസ്ലാമിലെ അൽ വഹദത്ത് ഹാദിയ അഷ്റ 11ാമത്തെ പാഠവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താ പാഠത്തിൻ്റെ പേര്? ലക്കൽ ബിഷാറ. ലക്കൽ ബിഷാറ, നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് എന്നർത്ഥം വരുന്ന പാഠഭാഗമാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ നമ്മൾ ഉമവി ഭരണത്തെക്കുറിച്ചിട്ടും അബ്ബാസിയ ഖിലാഫത്ത് കാലത്തെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അപ്പം ഇനി ഈ പാഠത്ത് പറയാൻ പോകുന്നത് എന്താണ്? ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ തുടക്കവും ഒടുക്കവുമാണ് ഈ പാഠത്ത് പറയുന്നത്. നമുക്ക് പാഠം മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉസ്മാനുൽ ആസി ഒരു സ്വപ്നം കണ്ടു. ഷൈഖ് കർമാനിയുടെ മടിത്തട്ടിൽ നിന്ന് ഒരു ചന്ദ്രൻ പുറപ്പെട്ടു. അത് തൻ്റെ മടിയിൽ വന്നെത്തി. അനന്തരം തൻ്റെ പൊക്കിൽ കൊടിയിൽ നിന്നും ഒരു മരം മുളച്ചു. അത് ചക്രവാളം മുഴുവൻ വ്യാപിച്ചു. സ്വപ്ന വിവരം കേട്ട് ഷെയ്ഖ് കർമാനി പറഞ്ഞു, ലക്കൽ ബിഷാറത്തു ബിബൻസിബി സുൽത്താൻ. എന്താണ് അതിൻ്റെ അർത്ഥം പറയുന്നത്? നിങ്ങൾക്ക് ഒരു അധികാര സ്ഥാനത്തെക്കുറിച്ചുള്ള നല്ല വാർത്തയുണ്ട്. നിങ്ങൾക്കൊരു അധികാര സ്ഥാനത്തെക്കുറിച്ചിട്ടുള്ള നല്ല വാർത്തയുണ്ട്. തുടർന്ന് അദ്ദേഹം മകളെ ആസിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. കർമാനി തൻ്റെ മകളെ ഉസ്മാനുൽ ആസിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഈ ഉസ്മാനുൽ ആസിയാണ് അൽ ഖിലാഫത്ത് ഉസ്മാനിയ സ്ഥാപിച്ചത്. ഉസ്മാനുൽ ആസിയാണ് അൽ ഖിലാഫത്ത് ഉസ്മാനിയ സ്ഥാപിച്ചത്. മനസ്സിലാക്കുക. അണ്ടർലൈൻ ഓരോന്ന് ചോദ്യങ്ങൾ, വൺ വേർഡ് ക്വസ്റ്റ്യൻ വരാവുന്ന ചോദ്യങ്ങളാണ്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് അടയാളപ്പെടുത്തുക. അപ്പോൾ അവിടെ ചോദ്യം വരാം, ഉസ്മാനിയ ഖിലാഫത്ത് സ്ഥാപിച്ചത് ആര്? ഉസ്മാനുൽ ആസിയാണ്. മനസ്സിലാക്കുക. മംഗോളിയൻ ഭരണാധികാരിയായ ചെങ്കീസ് ജാനും അദ്ദേഹത്തിൻ്റെ മരണശേഷം പൗത്രൻ ഹുലാക്കു ജാനും നടത്തിയ പടയോട്ടത്തിൽ ഇസ്ലാമിക ലോകത്തെ നഗരങ്ങളാകെ തകർക്കപ്പെട്ടു. അവസാനം അബ്ബാസി ഖിലാഫത്തിൻ്റെ തലസ്ഥാനവും അക്കാലത്തെ ഏറ്റവും വലിയ പട്ടണവുമായ ബാഗ്ദാദും അവർ തകർത്തു. അവസാനത്തെ അബ്ബാസി ഖലീഫ വധിക്കപ്പെടുകയും ബാഗ്ദാദിലെ അബ്ബാസി ഖിലാഫത്ത് അവസാനിക്കുകയും ചെയ്തു. പ്രാകൃതരും രക്തദാഹികളുമായ മംഗോളിയർ ഇസ്ലാമിക നാഗരികതയുടെ അഭിമാനമായിരുന്ന മദ്രസകളും മസ്ജിദുകളും ആശുപത്രികളും ഗ്രന്ഥാലയങ്ങളുമെല്ലാം നശിപ്പിച്ചു. ലക്ഷക്കണക്കിനു ജനങ്ങളെ കൂട്ടക്കൊല നടത്തി. അപ്പോൾ മംഗോളിയൻ ഭരണാധികാരികളായ ആരൊക്കെയാണ്? ചെങ്കീസ് ജാനും അദ്ദേഹത്തിൻ്റെ മരണശേഷം പൗത്രൻ ഹുലാക്കു ജാനും. മംഗോളിയൻ ഭരണാധികാരികൾ ആരൊക്കെ ആയിരുന്നു? വൺ വേർഡ് ചോദ്യം വരാം. മനസ്സിലാക്കുക. ചെങ്കിസ് ജാനും ഹുലാക്കു ജാനും. മനസ്സിലാക്കുക. അവർ ഇസ്ലാമിക നാഗരികരുടെ അഭിമാനമായിരുന്ന മദ്രസകളും മസ്ജിദുകളും ആശുപത്രികളും ഗ്രന്ഥശാലകളുമെല്ലാം നശിപ്പിച്ചു. ലക്ഷക്കണക്കിന് ജനങ്ങളെ കൂട്ടക്കൊല നടത്തി. ഈ സന്ദർഭത്തിൽ നിരാശ ബാധിച്ച മുസ്ലിങ്ങൾക്ക് അല്ലാഹു തആല വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിന് അവസരം നൽകി. തുർക്കി കേന്ദ്രമായി ഉസ്മാനിയ ഖിലാഫത്ത് ഉയർന്നു വന്നു. തുർക്കി കേന്ദ്രമായിട്ടാണ് ഉസ്മാനിയ ഖിലാഫത്ത് ഉയർന്നു വന്നത്. മനസ്സിലാക്കുക. ഉസ്മാനിയ ഖിലാഫത്ത് ഉയർന്നു വന്നത് എവിടെയാണ്? തുർക്കി കേന്ദ്രമായിട്ടാണ്. മനസ്സിലാക്കുക. അബ്ബാസി ഖിലാഫ ഹിജ്റ 652 ബഗ്ദാദിൽ അവസാനിച്ച്. അബ്ബാസി ഖിലാഫത്ത് 652 ബാഗ്ദാദിൽ അവസാനിച്ചെങ്കിലും ഈജിപ്തിൽ നിലനിന്നിരുന്നു. ഹിജ്റ 923 ജേതാവായി ഈജിപ്തിലെത്തിയ ഉസ്മാനി സുൽത്താൻ സലീമുൽ അവ്വലീൻ അബ്ബാസി ഖലീഫ മുതവക്കിൽ മൂന്നാമന് അധികാരം വിട്ടുകൊടുത്തു. അതോടെ ഉസ്മാനിയ ഖിലാഫത്ത് നിലവിൽ വന്നു. ഹിജ്റ 1342 ഉസ്മാനികളുടെ ഭരണം അവസാനിച്ചു. അവസാനിച്ചതെന്ന് ഹിജ്റ 1342. 1342
37 സുൽത്താൻമാരാണ് ഇതിനിടെ ഭരണം നടത്തിയത്. 37 സുൽത്താൻമാരാണ് ഉസ്മാനിയ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ഭരണം നടത്തിയത്. മനസ്സിലാക്കുക. ഇസ്തൻബൂലായിരുന്നു അവരുടെ തലസ്ഥാനം. ഇസ്തൻബൂലായിരുന്നു അവരുടെ തലസ്ഥാനം. ഉസ്മാനിയ ഖിലാഫത്ത് മാച്ച് ചെയ്യാൻ ഇസ്തൻബൂൽ അവരുടെ തലസ്ഥാനം. ഉസ്മാനിയ ഖിലാഫത്തിന്റെ തലസ്ഥാനം ഇസ്തൻബൂലായിരുന്നു. അബ്ബാസിയ ഭരണകാലത്ത് അവരുടെ തലസ്ഥാനം ബാഗ്ദാദായിരുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ അത് വൺ വേർഡ് ചോദ്യമായിട്ടും വരാം. ഉസ്മാനിയ ഖിലാഫത്ത് കാലത്ത് അവരുടെ തലസ്ഥാനം ഇസ്തൻബൂലായിരുന്നു. അൽ ഖിലാഫത്തുർ റാഷിദക്ക് ശേഷം നിലവിൽ വന്ന ഏറ്റവും മെച്ചപ്പെട്ട ഭരണമായിരുന്നു ഉസ്മാനികളുടേത്. അൽ ഖിലാഫത്തുർ റാഷിദക്ക് ശേഷം നിലവിൽ വന്ന ഏറ്റവും മെച്ചപ്പെട്ട ഭരണമായിരുന്നു ആരുടേത്? ഉസ്മാനികളുടേതായിരുന്നു. ഏഷ്യയിലും യൂറോപ്പിലും ആഫ്രിക്കയിലും വൻ വിജയങ്ങൾ നേടിയ ഉസ്മാനികൾ മുസ്ലിങ്ങൾക്ക് നവോന്മേഷം നൽകി. ഏഷ്യയിലും ആഫ്രിക്കയിലും യൂറോപ്പിലൊക്കെ വൻ വിജയങ്ങൾ നേടിയ ഉസ്മാനികൾ മുസ്ലിങ്ങൾക്ക് നവോന്മേഷം നൽകി. ഏതൊക്കെ രാഷ്ട്രങ്ങളിലാണ് അവർ വിജയം നേടിയത്? ഏഷ്യയിലും യൂറോപ്പിലും ആഫ്രിക്കയിലും. മനസ്സിലാക്കുക. ബൈസാനിയരുടെ തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വിജയത്തോടെ അവർ ലോകത്തെ വൻ ശക്തികളായി തീർന്നു. ബൈസാനിയരുടെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിൾ. മനസ്സിലാക്കുക. ഇതൊക്കെ മാച്ച് ചെയ്യാൻ വരാം. മനസ്സിലാക്കട്ടാ. ഉസ്മാനികളുടെ കാലത്ത് സാംസ്കാരികവും വൈജ്ഞാനികവും നാഗരികവുമായ മുസ്ലിം ലോകത്ത് വൻ പുരോഗതി കൈവന്നു. ഉസ്മാനികളുടെ കാലത്ത് സാംസ്കാരികവും വൈജ്ഞാനികവും നാഗരികവുമായി മുസ്ലിം ലോകത്ത് വൻ പുരോഗതി കൈവന്നു. അറബി ഭാഷയും സാഹിത്യവും പുഷ്ടി പ്രാപിച്ചു. അറബി ഭാഷയും സാഹിത്യവും പുഷ്ടി പ്രാപിച്ചത് ആരുടെ കാലത്താണ്? ചോദ്യം വരാം. ഉസ്മാനികളുടെ കാലത്താണ്. ഇസ്ലാമിക വിജ്ഞാനങ്ങളിൽ പ്രസിദ്ധമായ രചനകൾ നടന്നു. അതൊക്കെയാണ് ഇവിടെ താഴെ പറയുന്നത്. മനസ്സിലാക്കുക. എന്തൊക്കെയാണ്? തഫ്സീറുൽ ബൈളാവിയുടെ ഹാഷിയ രചിച്ച ശിഹാബുദ്ദീൻ ഖഫാജി. തഫ്സീറുൽ ബൈളാവിയുടെ ഹാഷിയ രചിച്ച ശിഹാബുദ്ദീൻ ഖഫാജി. ഖുലാസത്തുൽ ഹിസാബിന്റെ മുസന്നിഫ് ബഹാഉദ്ദീൻ ആമുലി. ദീനിൽ ആമിലി. തുഹ്ഫത്തുൽ മുഖ്താജിന്റെ മുഅല്ലിഫ് അഹ്മദ് ഇബ്നു ഹജറിൽ ഹൈതമി. അടുത്തത് ജൗഹറത്തു തൗഹീദ് എഴുതിയ ഇബ്രാഹിമുൽ ലഖാനി. അസീറത്തുൽ ഹലബിയ രചിച്ച നൂറുദ്ദീൻ ഹലബി തുടങ്ങിയ മഹാപണ്ഡിതന്മാർ ഈ കാലത്താണ് ജീവിച്ചത്. അപ്പോൾ അവരെ ഗ്രന്ഥവും അത് രചിച്ചവരെ പേരൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കട്ടാ. നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് എന്താണ്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി പരാജയപ്പെടുകയും തുടർന്നുള്ള സംഭവങ്ങൾ ഉസ്മാനിയ ഖിലാഫത്ത് അവസാനിക്കാൻ ഇടയാവുകയും ചെയ്തു. 1924 ഖിലാഫത്ത് എന്ന മുസ്ലിം പൊതു നേതൃത്വം അവസാനിച്ചത്. 1924 ഉസ്മാനിയ ഖിലാഫത്ത് അവസാനിച്ചത്. മനസ്സിലാക്കാം. ഈ ഖിലാഫത്ത് എന്ന മുസ്ലിം പൊതു നേതൃത്വം അവസാനിച്ചത് 1924. അപ്പോൾ ചോദ്യം വരാം. മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ പാഠം നന്നായി മനസ്സിലാക്കാം. അബ്ബാസി ഖിലാഫത്ത് അവസാനിപ്പിച്ചതാരാണ്? മംഗോളിയരാണ്. അപ്പോൾ ഇവിടെ തദ്രിബാത്തിൽ പറയുന്നുണ്ട് ആരാണ് മംഗോളിയർ. മംഗോളിയ, റഷ്യ, ചൈന എന്നീ ദേശങ്ങൾ കേന്ദ്രമായി ഉയർന്നു വന്ന ജനവിഭാഗമാണ് മംഗോളിയർ. മംഗോളിയ, റഷ്യ, ചൈന എന്നീ ദേശങ്ങൾ കേന്ദ്രമായി ഉയർന്നു വന്ന ജനവിഭാഗമാണ് മംഗോളിയർ. മനസ്സിലാക്കുക. അടുത്ത് ഇസ്തൻബൂൽ എന്താണ്? തുർക്കിയിലെ ഒരു പ്രധാന നഗരമാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ എന്നും അറിയപ്പെടുന്നത്
ഇസ്തൻബൂൽ തന്നെയാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ, ഇസ്തൻബൂൽ. മനസ്സിലാക്കുക. അടുത്തതെന്താണ്? നുജിബ് ബി കലിമാത്തിൻ വാഹിദ്, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. അബ്ബാസി ഖിലാഫ ബഗ്ദാദിൽ അവസാനിച്ച വർഷം. അബ്ബാസി ഖിലാഫത്ത് ബഗ്ദാദിൽ അവസാനിച്ച വർഷം ഏതാണെന്ന്. എത്രയായിരുന്നു? അപ്പോൾ ഇവിടെ പറഞ്ഞിരുന്നു അബ്ബാസി ഖിലാഫത്ത് ഹിജ്റ 656 ബഗ്ദാദിൽ അവസാനിച്ചു. അപ്പോൾ ഹിജ്റ 656 അവിടെയൊക്കെ എഴുതുക. അടുത്തത് ഉസ്മാനിയ ഖിലാഫ നിലവിൽ വന്ന വർഷം. ഉസ്മാനിയ ഖിലാഫ നിലവിൽ വന്നത് ഏതാണ് വർഷം? 923. ഹിജ്റ 923. അങ്ങനെ ഹിജ്റ എന്ന് ചേർത്തിട്ട് തന്നെ എഴുതണം കേട്ടോ. ഹിജ്റ 923 ഉസ്മാനി ഖിലാഫ നിലവിൽ വന്നത്. മനസ്സിലാക്കിയത്. അടുത്തത് ഉസ്മാനി ഖിലാഫ അവസാനിച്ച ഹിജ്റ വർഷം. അവസാനിച്ച ഹിജ്റ വർഷം എത്രയായിരുന്നു? 1342. 1342 ഉസ്മാനി ഖിലാഫ അവസാനിച്ചു. 1342 ഉസ്മാനി ഖിലാഫ അവസാനിച്ചു. മനസ്സിലാക്കുക. അടുത്തത് ഉസ്മാനി സുൽത്താൻമാരുടെ എണ്ണം. ഉസ്മാനി സുൽത്താൻമാരുടെ എണ്ണം 37. 37 സുൽത്താൻമാരാണ് ഇതിനിടെ ഭരണം നടത്തിയെന്ന് പറഞ്ഞപ്പോൾ 37 സുൽത്താൻമാരാണ്. 37. അടുത്തത് ഉസ്മാനി ഭരണത്തിന്റെ തലസ്ഥാനം. ഉസ്മാനി ഭരണത്തിന്റെ തലസ്ഥാനം എന്തായിരുന്നു? അവരുടെ തലസ്ഥാനം ഇസ്തൻബൂലായിരുന്നു. ഇസ്തൻബൂൽ അത് എഴുതുക. ഇസ്തൻബൂൽ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ മറ്റൊരു പേരാണ്. അപ്പോൾ രണ്ടും എഴുതാം. മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇസ്തൻബൂൽ, കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ രണ്ടും മനസ്സിലാക്കിയിട്ട് പഠിക്കുക. മാച്ച് ചെയ്യാനൊക്കെ ഏതാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ രണ്ട് പേരും നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് ഒന്നാം ലോക മഹായുദ്ധം നടന്ന വർഷം ഏത്? ഒന്നാം ലോക മഹായുദ്ധം നടന്ന വർഷം ഏതാണ്? അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം നടന്ന വർഷം 1914 മുതൽ 1918 വരെയാണ്. 1914 മുതൽ 1918 വരെയാണ് ഒന്നാം ലോക മഹായുദ്ധം നടന്ന വർഷം. മനസ്സിലാക്കാം. ഖിലാഫ എന്ന മുസ്ലിം പൊതു നേതൃത്വം അവസാനിച്ച വർഷം. ഖിലാഫ എന്ന മുസ്ലിം പൊതു നേതൃത്വം അവസാനിച്ച വർഷം ഏതായിരുന്നു? അത് 1924 ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി പരാജയപ്പെടുകയും തുടർന്നുള്ള സംഭവങ്ങൾ ഉസ്മാനിയ ഖിലാഫത്ത് അവസാനിക്കിടയാകുകയും ചെയ്തു. 1924 ഖിലാഫ എന്ന മുസ്ലിം നേതൃത്വം അവസാനിച്ചത്. മനസ്സിലാക്കി പഠിക്കുക എല്ലാവരും. അടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. എന്താണ്? തഫ്സീറുൽ ബൈലാവിയുടെ ഹാഷിയ രചിച്ചതാര്? ആരായിരുന്നു? നമ്മൾ പാഠഭാഗം എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ വന്ന ചോദ്യങ്ങൾ മുഴുവനും അതാണ്. അപ്പോൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക. എന്താണ്? തഫ്സീറുൽ ബൈലാവിയുടെ ഹാഷിയ രചിച്ചത് ഷിഹാബുദ്ദീൻ ഹഫാജിയാണ്. മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്തത് ഖുലാസത്തുൽ ഹിസാബിന്റെ മുസന്നിഫാര്. ഖുലാസത്തുൽ ഹിസാബിന്റെ മുസന്നിഫാര് ആരാണ്? മുസന്നിഫ് ബഹാഉദ്ദീൻ ആമിലിയാണ് ഖുലാസത്തുൽ ഹിസാബിന്റെ മുസന്നിഫ്. അടുത്തത് തുഹ്ഫത്തുൽ മുഹ്താജിന്റെ മുഅല്ലിഫാര് ആരാണ്? തുഹ്ഫത്തുൽ മുഹ്താജിന്റെ മുഅല്ലിഫാര് അഹ്മദ് ബിൻ ഹൈത്തമിയാണ് തുഹ്ഫത്തുൽ മുഹ്താജിന്റെ മുഅല്ലിഫ്. അടുത്തത് ജൗഹറത്തു തൗഹീദ് എഴുതിയതാര്? എഴുതിയതാരാണ്? ഇബ്രാഹിമുൽ ലക്കാനിയാണ് ജൗഹറത്തു തൗഹീദ് എഴുതിയത്. അടുത്തത് അസീറത്തുൽ ഹലബിയ്യ രചിച്ചതാര്? രചിച്ചതാരാണ്? നൂറുദ്ദീനിൽ ഹലബി. അപ്പോൾ ഒക്കെ മനസ്സിലാക്കി എഴുതുക എല്ലാവരും. അടുത്തത് തഹസീസ് പ്രവർത്തനാണ്. മംഗോളിയരുടെ പടയോട്ടം എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ മംഗോളിയരുടെ പടയോട്ടം എന്ന വിഷയത്തിൽ നമുക്ക് ക്രോമിലൊക്കെ അടിച്ചാൽ അവരുടെ പടയോട്ടത്തെക്കുറിച്ചുള്ള കുറിപ്പുകൾ പല കാര്യങ്ങളും അറിയാൻ കഴിയും. അപ്പോൾ അങ്ങനെ വരുന്നതിൽ നിന്ന് കുറിപ്പ് തയ്യാറാക്കി എഴുതുക. പിന്നെന്താണ്? ഉസ്മാനിയ ഖിലാഫത്ത് തുടക്കവും ഒടുക്കവും എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കണം. അത് ഈ പാഠഭാഗം തന്നെ നമ്മൾ മനസ്സിലായ കാര്യങ്ങൾ ചുരുക്കി എഴുതുകയാണ് പ്രസംഗം
തയ്യാറാക്കേണ്ടത്. പ്രസംഗത്തിൻ്റെ തുടക്കമൊക്കെ എല്ലാവർക്കും അറിയാം, അവസാനിക്കുന്നതൊക്കെ എഴുതുക. അതൊക്കെ ചേർത്തിട്ട് പാഠഭാഗത്ത് നിന്ന് മനസ്സിലായ ഭാഗങ്ങൾ ചുരുക്കി പ്രസംഗ രൂപേണ എഴുതുക. അതാണ് ഇതിൽ പറയുന്ന തഹസീസ്. അപ്പോൾ ഇത്രയാണ് 11ാമത്തെ പാഠമായ ലക്കൽ ബിഷാറ എന്ന പാഠഭാഗം. എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. എക്സാമാണ് വരുന്നത്, നന്നായി പഠിക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.